നമസ്കാരം. ജ്യോതിഷത്തിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്നത് മകയിര നക്ഷത്രത്തിൻ്റെ മെയ് മാസഫലമാണ്. 2025 മെയ് മാസത്തിലെ മകയിര നക്ഷത്രക്കാരുടെ ജ്യോതിഷ ഫലങ്ങളെക്കുറിച്ചാണ് വിശദമായ ഒരു വീഡിയോ തയ്യാറാക്കിയിട്ടുള്ളത്. ഇതിൽ മകയിര നക്ഷത്രത്തിൻ്റെ സ്വഭാവം, പ്രധാന ജ്യോതിഷ സംഭവങ്ങൾ, തൊഴിൽ, സാമ്പത്തികം, ആരോഗ്യം, കുടുംബം, പ്രണയം, വിദ്യാഭ്യാസം എന്നീ മേഖലകളിലെ ഫലങ്ങൾ, ഓരോ ആഴ്ചകളിലെയും വിശകലനം അടക്കം ദോഷപരിഹാരങ്ങൾ എന്നിവ ഉൾക്കൊള്ളുന്നു. ആദ്യം നമുക്ക് മകയിര നക്ഷത്രത്തിൻ്റെ പൊതുവായ സ്വഭാവം നോക്കാം. മകയിര നക്ഷത്രം രാശിചക്രത്തിലെ 5ാമത്തെ നക്ഷത്രമാണ്. ഇടവൻ രാശിയിൽ 23 ഡിഗ്രി 20 മിനിറ്റ് മുതൽ മിഥുനൻ രാശിയിൽ 6 ഡിഗ്രി 40 മിനിറ്റ് വരെ വ്യാപിച്ചു കിടക്കുന്നു. ഈ നക്ഷത്രത്തിൻ്റെ അധിപൻ ചൊവ്വയാണ്. മകയിര നക്ഷത്രത്തിൻ്റെ ദേവത ചന്ദ്രനാണ്. ഇതിൻ്റെ ചിഹ്നം ഒരു കാളയുടെ തലയാണ്. ഇത് ശക്തിയുടെയും സ്ഥിരതയുടെയും പ്രതീകമാണ്. മകയിര നക്ഷത്രം ദേവഗണത്തിൽപ്പെടുന്നു. മകയിര നക്ഷത്രക്കാർ പൊതുവെ ബുദ്ധിശാലികളും അന്വേഷണത്വരയുള്ളവരുമായിരിക്കും. അവർക്ക് എല്ലാ ഓർമ്മശക്തിയും കാര്യങ്ങൾ പെട്ടെന്ന് ഗ്രഹിക്കാനുള്ള കഴിവുമുണ്ടാകും. സംസാരപ്രിയരും സൗഹൃദ ബന്ധങ്ങൾക്ക് പ്രാധാന്യം നൽകുന്നവരുമായിരിക്കും ഇവർ. പുതിയ അറിവുകൾ നേടാനും പഠിക്കാനും ഇവർക്ക് താല്പര്യമുണ്ട്. ചില സമയങ്ങളിൽ ഇവരിൽ സംശയപ്രകൃതവും സ്ഥിരതയില്ലാത്ത ചിന്താഗതിയും കാണാൻ സാധ്യതയുമുണ്ട്. മകയിര നക്ഷത്രക്കാർ ആകർഷകമായ വ്യക്തിത്വത്തിനുടമകളായിരിക്കും. അവർ സൗമ്യമായി പെരുമാറുകയും മറ്റുള്ളവരുമായി എളുപ്പത്തിൽ സൗഹൃദം സ്ഥാപിക്കുകയും ചെയ്യുന്നവരാണ്. തങ്ങളുടെ അഭിപ്രായങ്ങളെയും വിശ്വാസങ്ങളെയും മുറുകെ പിടിക്കുന്ന ഇവർ സത്യസന്ധരും തുറന്നു സംസാരിക്കുന്നവരുമാണ്. എന്നാൽ ചില സന്ദർഭങ്ങളിൽ അമിതമായ ചിന്തയും ഉത്കണ്ഠയും ഇവരിൽ കാണാൻ സാധ്യതയുണ്ട്. ഇവരുടെ കഴിവുകൾ ഉയർന്ന ബുദ്ധിശക്തിയും കാര്യങ്ങൾ വേഗത്തിൽ മനസ്സിലാക്കാനുള്ള കഴിവും പുതിയ കാര്യങ്ങൾ പഠിക്കാനും അറിയാനുമുള്ള താല്പര്യം, നല്ല വാക്ചാതുര്യവും ആശയവിനിമയ ശേഷിയുമുണ്ട്. മറ്റുള്ളവരുമായി എളുപ്പത്തിൽ സൗഹൃദം സ്ഥാപിക്കാനുള്ള കഴിവുമുണ്ട്. കാര്യങ്ങളെ സൂക്ഷ്മമായി വിലയിരുത്താനും യുക്തിസഹമായി ചിന്തിക്കാനുമുള്ള കഴിവ് ഇവർക്കുണ്ട്. ഇവരുടെ ദൗർബല്യങ്ങൾ പറയുമ്പോൾ എല്ലാ കാര്യങ്ങളിലും സംശയം തോന്നുന്ന പ്രവണതയാണ്. സ്ഥിരതയില്ലാത്ത ചിന്താഗതി, അതായത് പെട്ടെന്ന് അഭിപ്രായങ്ങൾ മാറ്റാനുള്ള പ്രവണത. അമിതമായ ചിന്തയുമുണ്ട്. ആവശ്യമില്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് പോലും അമിതമായി ചിന്തിച്ച് ഉത്കണ്ഠപ്പെടാനുള്ള പ്രവണത. വിമർശനാത്മക മനോഭാവമുള്ളവരാണ്. മറ്റുള്ളവരുടെ തെറ്റുകൾ പെട്ടെന്ന് കണ്ടെത്തുവാനും വിമർശിക്കാനുമുള്ള പ്രവണതയാണത്. വൈകാരികമായ ചാഞ്ചാട്ടം, പെട്ടെന്ന് സന്തോഷിക്കുകയും ദുഃഖിക്കുകയും ചെയ്യുന്ന അവസ്ഥ. ഇവരുടെ 2025 മെയ് മാസത്തിലെ പ്രധാനപ്പെട്ട ജ്യോതിഷ സംഭവങ്ങൾ നമുക്ക് നോക്കാം. മെയ് 1 ബുധൻ മേടൻ രാശിയിലേക്ക് മാറുന്നു. മെയ് 8 സൂര്യൻ ഇടവൻ രാശിയിലേക്ക്. മെയ് 10 ശുക്രൻ ചിങ്ങൻ രാശിയിലേക്ക്. മെയ് 16 മിഥുനൻ രാശിയിലെ ബുധനും വ്യാഴവും തമ്മിൽ ദൃഷ്ടിയോഗമുണ്ട്. മെയ് 16 ശുക്രൻ ചിങ്ങൻ രാശിയിൽ പ്രവേശിക്കുന്നു. മെയ് 23 മിഥുനത്തിലെ ചൊവ്വയും ബുധനും തമ്മിൽ ദൃഷ്ടിയോഗമുണ്ട്. മെയ് 23 കർക്കിടകത്തിലെ ചന്ദ്രനും ശനിയും തമ്മിൽ ദൃഷ്ടിയോഗമുണ്ട്. പൂർണ്ണ ചന്ദ്രനായിരിക്കും. മെയ് 27 വ്യാഴം ഇടവൻ രാശിയിൽ നിന്ന് മിഥുനൻ രാശിയിലേക്ക് മാറുന്നു. മെയ് 30 മിഥുനത്തിലെ ചൊവ്വയും വ്യാഴവും തമ്മിലുള്ള യോഗം. കൂടാതെ ഓരോ 2.5 ദിവസത്തിലും ചന്ദ്രൻ്റെ നക്ഷത്രം മാറും. ഈ ഗ്രഹമാറ്റങ്ങളും യോഗങ്ങളും മകയിര നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വിവിധ തരത്തിലുള്ള സ്വാധീനം ചെലുത്തും. പ്രത്യേകിച്ച് ബുധൻ്റെ രാശിമാറ്റം നിങ്ങളുടെ ആശയവിനിമയ ശേഷിയെയും ബുദ്ധിപരമായ കാര്യങ്ങളെയും സ്വാധീനിക്കും. സൂര്യൻ്റെ ഇടവൻ രാശിയിലേക്കുള്ള മാറ്റം തൊഴിൽപരവും വ്യക്തിപരവുമായ കാര്യങ്ങളിൽ ശ്രദ്ധേയമായ മാറ്റങ്ങൾ കൊണ്ടുവരും. വ്യാഴത്തിൻ്റെ മിഥുനൻ രാശിയിലേക്കുള്ള മാറ്റം സാമ്പത്തികപരമായും വിദ്യാഭ്യാസപരവുമായുള്ള കാര്യങ്ങളിൽ പുതിയ സാധ്യതകൾ തുറന്നു തന്നേക്കും. മെയ് മാസത്തിൽ മകയിര നക്ഷത്രക്കാർക്ക് തൊഴിൽപരമായ ഫലങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം. മെയ് മാസത്തിൽ മകയിര നക്ഷത്രക്കാർക്ക് തൊഴിൽപരമായി സമ്മിശ്രമായ ഫലങ്ങളാണ് കാണാൻ സാധ്യത. മാസത്തിൻ്റെ ആദ്യ പകുതിയിൽ ചില വെല്ലുവിളികളും തടസ്സങ്ങളും ഉണ്ടാകും. എന്നാൽ രണ്ടാം പകുതിയുടെ കാര്യങ്ങളിൽ കൂടുതൽ മെച്ചപ്പെടുകയും ചെയ്യും. നിങ്ങളുടെ ബുദ്ധിപരമായ കഴിവും ആശയവിനിമയ ശേഷിയും ഈ സമയം പ്രയോജനപ്പെടുത്താൻ സാധിക്കും. പുതിയ അവസരങ്ങളുണ്ടാകും. ജോലി അന്വേഷിക്കുന്നവർക്ക് ഈ മാസം നല്ല അവസരങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. നിങ്ങളുടെ കഴിവും യോഗ്യതകളും അനുസരിച്ചുള്ള ജോലികൾ ലഭിക്കാനും സാധ്യത കാണുന്നു. എന്നാൽ തുടക്കത്തിൽ തീരുമാനങ്ങൾ എടുക്കാതെ നന്നായി ആലോചിച്ച ശേഷം മുന്നോട്ട് പോകണം. സ്ഥാനക്കയറ്റത്തിനായി ശ്രമിക്കുന്നവർ ഈ മാസം കാലതാമസങ്ങൾ ചിലപ്പോൾ നേരിടേണ്ടി വരും. നിങ്ങളുടെ കഠിനാധ്വാനവും മികച്ച പ്രകടനവും തുടർന്നുകൊണ്ടിരിക്കുക. മാസത്തിൻ്റെ രണ്ടാം പകുതിയോടെ അനുകൂല ഫലങ്ങളും ഉണ്ടാകും. മാസത്തിൻ്റെ ആദ്യ പകുതിയിൽ ജോലി സ്ഥലത്ത് ചില തടസ്സങ്ങളും കാലതാമസവും ഉണ്ടാകാനൊക്കെ ഇടയുണ്ട്. സഹപ്രവർത്തകരുമായുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ അല്ലെങ്കിൽ അപ്രതീക്ഷിതമായ ജോലിയിലെ ഭാരം, ഇവ കാരണം ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകും. ക്ഷമയോടും തന്ത്രപരമായും ഈ തടസ്സങ്ങളൊക്കെ മറികടക്കാൻ വേണ്ടി ശ്രമിക്കണം. സഹപ്രവർത്തകരുമായി സൗഹൃദ ബന്ധം നിലനിർത്താൻ ശ്രമിക്കണം. നിങ്ങളുടെ ആശയവിനിമയ ശേഷി ഉപയോഗിച്ച് ടീം വർക്കിൽ കൂടുതൽ സംഭാവന നൽകുക. ബുധൻ്റെ രാശിമാറ്റം ആശയവിനിമയത്തിൽ വ്യക്തത നൽകും. മെയ് മാസത്തിൽ ബുദ്ധിപരമായ കഴിവുകൾക്ക് അംഗീകാരം ലഭിക്കും. പുതിയ പ്രോജക്റ്റുകളിൽ അവസരം ലഭിക്കും. കഠിനാധ്വാനം ചെയ്യുക, അവസരങ്ങളെ ശരിയായ രീതിയിൽ ഉപയോഗിക്കുക.
മെയ് മാസത്തിൽ മകയിര നക്ഷത്രക്കാരുടെ സാമ്പത്തിക സ്ഥിതി പരിശോധിക്കുകയാണെങ്കിൽ സമ്മിശ്രമായ ഫലങ്ങൾ നൽകുന്നുവെന്നാണ് കാണുന്നത്. വരുമാനം സ്ഥിരമായി നിലനിൽക്കുമെങ്കിലും ചില അപ്രതീക്ഷിത ചിലവുകൾ വരാനും ഇടയുണ്ട്. നിങ്ങളുടെ വരുമാനം ഈ മാസം സ്ഥിരമായിരിക്കും. പുതിയ വരുമാന മാർഗങ്ങൾ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ വിജയിച്ചേക്കും. അനാവശ്യമായ ചിലവുകൾ വർദ്ധിക്കാനും ഇടയുണ്ട്. യാത്രകൾ, വിനോദം, വീട്ടിലെ ആവശ്യങ്ങൾ എന്നിവയ്ക്കായി കൂടുതൽ പണം ചെലവഴിക്കേണ്ടിയും വരും. നിങ്ങളുടെ ചിലവുകൾ നിയന്ത്രിക്കാനും ഒരു ബഡ്ജറ്റ് തയ്യാറാക്കുകയും ചെയ്യുന്നത് ചിലപ്പോൾ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടാനും സഹായിക്കും. പുതിയ നിക്ഷേപങ്ങൾ നടത്തുന്നതിന് ഈ മാസം അത്ര നല്ല സമയമല്ലെന്നാണ് കാണുന്നത്. ഓഹരി വിപണിയിലോ മറ്റു ഊഹക്കച്ചവടങ്ങളിലൊക്കെ പണം നിക്ഷേപിക്കുന്നതിന് നഷ്ടത്തിന് കാരണമാകും. നിലവിലെ നിക്ഷേപങ്ങളെക്കുറിച്ച് ശ്രദ്ധിക്കുക. ആവശ്യമെങ്കിൽ മാറ്റം വരുത്തുകയും ചെയ്യുക. ഈ മാസം വലിയ സാമ്പത്തിക നേട്ടം പ്രതീക്ഷിക്കാനാവില്ല. എന്നാൽ ശ്രദ്ധയോടും വിവേകത്തോടും സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്താൽ നഷ്ടങ്ങളിൽ നിന്ന് ഒഴിവാകും. ചുരുക്കത്തിൽ 2025 മെയ് മാസം മകയിര നക്ഷത്രക്കാർക്ക് സാമ്പത്തികപരമായ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധയും കരുതലും ആവശ്യമെന്നാണ് കാണുന്നത്. മെയ് മാസത്തെ മകയിര നക്ഷത്രക്കാരുടെ ആരോഗ്യ കാര്യങ്ങൾ നോക്കുമ്പോൾ ആരോഗ്യത്തിൽ കാര്യമായ ശ്രദ്ധയും കരുതലും ആവശ്യമായി വരുന്നുണ്ട്. ചെറിയ ശാരീരിക അസ്വസ്ഥതകൾ വരാനും മാനസിക പിരിമുറുക്കങ്ങൾ അനുഭവപ്പെടാനും ഇടയുമുണ്ട്. ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ, തൊണ്ടവേദന, ശ്വാസകോശ സംബന്ധമായ ബുദ്ധിമുട്ടുകൾ എന്നിവയൊക്കെയാണ് കാണുന്നത്. ഭക്ഷണകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ വേണം. തണുത്ത ഭക്ഷണപാനീയങ്ങൾ ഒഴിവാക്കുന്നത് നന്നായിരിക്കും. കൃത്യസമയത്ത് ഉറങ്ങുകയും ഉണരുകയും വേണം. ആവശ്യത്തിന് വിശ്രമമെടുക്കുക. അത് ആരോഗ്യത്തിന് നല്ലതാണ്. യാത്രകൾ ചെയ്യുമ്പോൾ ആരോഗ്യ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധയും വേണം. അമിതമായ ചിന്തയും ഉത്കണ്ഠയും മാനസിക പിരിമുറുക്കത്തിന് കാരണമായേക്കും. യോഗ, ധ്യാനം തുടങ്ങിയ പോലുള്ള പരിശീലിക്കുന്നത് മാനസികാരോഗ്യം മെച്ചപ്പെടുത്താനും സഹായിക്കും. സുഹൃത്തുക്കളുമായി സംസാരിക്കുന്നതും ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നതും മാനസിക സമ്മർദ്ദം കുറയ്ക്കാൻ ഉത്തമമാണ്. അലർജി സംബന്ധമായ പ്രശ്നങ്ങൾ, നാഡീ സംബന്ധമായ ബുദ്ധിമുട്ടുകൾ എന്നിവയുള്ളവർ ഈ സമയം കൂടുതൽ ശ്രദ്ധിക്കണം. കൃത്യമായ വൈദ്യപരിശോധനയും തേടണം. മരുന്നുകൾ മുടങ്ങാതെ കഴിക്കുകയും വേണം. ഈ മാസം നിങ്ങളുടെ ആരോഗ്യത്തിന് മുൻഗണന നൽകുക. ചെറിയ അസ്വസ്ഥതകൾ പോലും അവഗണിക്കരുത്. ആരോഗ്യപരമായ ജീവിതശൈലി പിന്തുടരുകയും മാനസിക ആരോഗ്യം കാത്തു സൂക്ഷിക്കുകയും ചെയ്യുക. മകയിര നക്ഷത്രക്കാരുടെ കുടുംബ ബന്ധങ്ങൾ നോക്കാം. ഈ മാസം മകയിര നക്ഷത്രക്കാർക്ക് കുടുംബത്തിലും ജീവിതത്തിലും ബന്ധങ്ങളിലും സമ്മിശ്ര ഫലങ്ങൾ നൽകുന്ന ഒരു മാസമാണ്. ചില സമയങ്ങളിൽ സന്തോഷവും ഐക്യവും അനുഭവപ്പെടുമെങ്കിലും ചില സാഹചര്യങ്ങളിൽ അഭിപ്രായ വ്യത്യാസങ്ങളും പിരിമുറുക്കങ്ങളും ഉണ്ടാകാനും ഇടയുണ്ട്. കുടുംബാംഗങ്ങളുമായി സൗഹൃദ ബന്ധം നിലനിർത്തുക. ചെറിയ കാര്യങ്ങൾക്ക് പോലും തർക്കങ്ങൾ ഒഴിവാക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ശാന്തമായി അവതരിപ്പിക്കുക. വീട്ടിലെ ഉത്തരവാദിത്തങ്ങൾ പങ്കുവയ്ക്കുകയും ഒരുമിച്ച് സമയം ചെലവഴിക്കുകയും ചെയ്യുന്നത് ബന്ധം ശക്തിപ്പെടുത്താനും സഹായിക്കും. ദാമ്പത്യ ജീവിതത്തിലെ ചില അസ്വാരസ്യങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പരസ്പരം മനസ്സിലാക്കാനും വിട്ടുവീഴ്ച ചെയ്യാനും ശ്രമിക്കേണ്ടതാണ്. പങ്കാളിയുടെ ഇഷ്ടങ്ങൾക്കും താല്പര്യങ്ങൾക്കും പ്രാധാന്യം നൽകുക. തുറന്ന് സംസാരിക്കുന്നതിലൂടെ തെറ്റിദ്ധാരണകളൊക്കെ ഒഴിവാകും. സുഹൃത്തുക്കളുമായുള്ള നല്ല ബന്ധം പുലർത്താൻ ശ്രമിക്കുക. പഴയ സുഹൃത്തുക്കളെ കണ്ടുമുട്ടാനും അവരുമായി സമയം ചെലവഴിക്കാനും അവസരം ലഭിക്കും. പുതിയ സൗഹൃദ ബന്ധങ്ങൾ സ്ഥാപിക്കാനും സാധ്യതയുണ്ട്. എന്നാൽ എല്ലാവരെയും അന്ധമായി വിശ്വസിക്കാതിരിക്കുക. ഈ മാസം നിങ്ങളുടെ ബന്ധങ്ങൾക്കും പ്രാധാന്യം നൽകേണ്ടതാണ്. മെയ് മാസത്തിലെ മകയിര നക്ഷത്രക്കാർക്കുള്ള പ്രണയ ജീവിതം നോക്കാം. പ്രണയജീവിതത്തിൽ പുതിയ പ്രണയബന്ധങ്ങൾ ആരംഭിക്കാനും സാധ്യതയുണ്ട്. നിങ്ങളുടെ ആകർഷകമായ വ്യക്തിത്വം മറ്റുള്ളവരുടെ ശ്രദ്ധ എളുപ്പത്തിൽ നേടാനും സാധിക്കും. എന്നാൽ തിടുക്കത്തിൽ തീരുമാനങ്ങൾ എടുക്കാതെ വ്യക്തിയെ നന്നായി മനസ്സിലാക്കിയതിന് ശേഷം മാത്രം മുന്നോട്ട് പോവുക. സംശയപ്രകൃതം ഒഴിവാക്കാനും ശ്രമിക്കുക. നിലവിലുള്ള പ്രണയബന്ധങ്ങളിൽ ചില പിരിമുറുക്കങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയും കാണുന്നുണ്ട്. തെറ്റിദ്ധാരണകൾ, അനാവശ്യമായ സംശയങ്ങൾ എന്നിവ ബന്ധങ്ങളിൽ പ്രശ്നങ്ങളുണ്ടാക്കും. തുറന്ന് സംസാരിക്കുന്നതിലൂടെ പരസ്പരം വിശ്വസിക്കുന്നതും ബന്ധം ശക്തിപ്പെടുത്താനും സഹായിക്കുകയും ചെയ്യും. ശുക്രൻ്റെ രാശിമാറ്റം പ്രണയബന്ധങ്ങളിൽ ചില മാറ്റങ്ങളൊക്കെ വരുത്താനും ഇടയുണ്ട്. വിവാഹം ആലോചിക്കുന്നവർക്ക് ഈ മാസം ചില കാലതാമസങ്ങൾ ചിലപ്പോൾ നേരിടേണ്ടി വരും. കുടുംബാംഗങ്ങളുടെ എതിർപ്പ് അല്ലെങ്കിൽ മറ്റ് തടസ്സങ്ങളൊക്കെ കാരണമാകും. കാര്യങ്ങൾ മുന്നോട്ട് പോകാത്ത അവസ്ഥയുണ്ടാകാനും ഇടയുണ്ട്. ക്ഷമയോടെ കാത്തിരിക്കുക. പ്രണയ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും നിലനിർത്താൻ നിങ്ങളുടെ ഭാഗത്ത് കൂടുതൽ ശ്രമങ്ങൾ ആവശ്യമായി വരും. പങ്കാളിയോട് സ്നേഹത്തോടും വിനയത്തോടും പെരുമാറുക. സംശയപ്രകൃതം നിയന്ത്രിക്കുക. വിദ്യാർത്ഥികളുടെ കാര്യം നോക്കുമ്പോൾ 2025 മെയ് മാസം മകയിര നക്ഷത്രത്തിലെ വിദ്യാർത്ഥികൾക്ക് പഠനകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധയും ഏകാഗ്രതയും ആവശ്യമുള്ള ഒരു മാസമാണ്. പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾ കൂടുതൽ സമയം പഠനത്തിനായി മാറ്റിവെക്കുക. ശ്രദ്ധയും ഏകാഗ്രതയും നഷ്ടപ്പെടാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. അമിതമായ ചിന്ത ഒഴിവാക്കുക. ചിട്ടയായ പഠന രീതി തുടരുക. പുതിയ കോഴ്സുകൾ ചേരാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ സമയം അത്ര അനുകൂലമല്ല. കുറച്ചുകൂടി സമയം കാത്തിരിക്കുന്നത് ഉചിതമായിരിക്കും. പഠനത്തിലെ ചില തടസ്സങ്ങൾ ഉണ്ടാകാനിടയുണ്ട്. ആരോഗ്യകരമായ പ്രശ്നങ്ങളോ മറ്റു കാരണങ്ങളോ ഒക്കെ ആകാം. പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ടായേക്കും. ചിട്ടയായ പഠന രീതി പിന്തുടരുക. കൃത്യമായി ടൈം ടേബിൾ ഉണ്ടാക്കുക. ഇവയൊക്കെ പഠനത്തിന്
തടസ്സങ്ങളെ മറികടക്കാനും സഹായിക്കും. ഉപരിപഠനത്തിനായി ശ്രമിക്കുന്നവർക്ക് ചില നല്ല അവസരങ്ങൾ വന്നു ചേരും. അപേക്ഷകൾ സമർപ്പിക്കുകയും ഇൻ്റർവ്യൂകളിൽ പങ്കെടുക്കുകയും ചെയ്യുക. മകയിരം നക്ഷത്രക്കാർക്ക് 1-ാം ആഴ്ചയിൽ ഊർജ്ജം കുറഞ്ഞതായി അനുഭവപ്പെടും. തൊഴിൽ സ്ഥലത്ത് കൂടുതൽ ശ്രദ്ധയും ജാഗ്രതയും വേണ്ടിവരും. സാമ്പത്തിക കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ വേണം. കുടുംബത്തിൽ ചെറിയ അസ്വാരസ്യങ്ങൾ ഉണ്ടാകാനിടയുണ്ട്. ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധ വേണം. 2-ാം ആഴ്ചയിൽ സൂര്യൻ ഇടവൻ രാശിയിലേക്ക് മാറുന്നത് നിങ്ങൾക്ക് ചില പുതിയ അവസരങ്ങളൊക്കെ നൽകും. തൊഴിൽ രംഗത്ത് പുരോഗതി, സാമ്പത്തികപരമായ സ്ഥിതി മെച്ചപ്പെടും. കുടുംബത്തിൽ സന്തോഷം ഇവയൊക്കെ മാറിവരും. ചന്ദ്രൻ്റെ മകയിരം, തിരുവാതിര, പുണർദ എന്നീ നക്ഷത്രങ്ങളിലൂടെയുള്ള സഞ്ചാരം നിങ്ങൾക്ക് സന്തോഷവും സമാധാനവും നൽകും. 3-ാം ആഴ്ചയിൽ ചില വെല്ലുവിളികളൊക്കെ ഉണ്ടാകാനിടയുണ്ട്. തൊഴിൽ സ്ഥലത്ത് കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ വരും. സാമ്പത്തിക കാര്യങ്ങളിൽ ശ്രദ്ധ വേണ്ടി വരും. പ്രണയബന്ധങ്ങളിൽ അസ്വാരസ്യങ്ങൾ ഉണ്ടാകാനിടയുണ്ട്. ആരോഗ്യകാര്യങ്ങൾ ശ്രദ്ധിക്കണം. ചന്ദ്രൻ്റെ പൂയം, ആയില്യം, മകം എന്നീ നക്ഷത്രങ്ങളിലുള്ള സഞ്ചാരം നിങ്ങൾക്ക് മാനസിക പിരിമുറുക്കത്തിന് ഇട നൽകും. 4-ാം ആഴ്ചയിൽ നിങ്ങൾക്ക് കൂടുതൽ ഊർജ്ജം അനുഭവപ്പെടും. തൊഴിൽ രംഗത്ത് പുതിയ മുന്നേറ്റങ്ങൾ ഉണ്ടാകും. സാമ്പത്തികപരമായ സ്ഥിതി മെച്ചപ്പെടുകയും ചെയ്യും. കുടുംബത്തിൽ സന്തോഷവും ഐക്യവും നിലനിൽക്കും. ചന്ദ്രൻ പൂരം, ഉത്രം, അത്തം എന്നീ നക്ഷത്രങ്ങളിലൂടെ സഞ്ചരിക്കുന്നത് നിങ്ങൾക്ക് സന്തോഷവും ഐശ്വര്യവും ഒക്കെ നൽകും. 5-ാം ആഴ്ചയിൽ ചില അപ്രതീക്ഷിതമായ മാറ്റങ്ങളൊക്കെ ഉണ്ടാകും. തൊഴിൽ സ്ഥലത്ത് പുതിയ വെല്ലുവിളികൾ വരും. സാമ്പത്തിക കാര്യങ്ങളിൽ ശ്രദ്ധ വേണ്ടി വരും. ആരോഗ്യകാര്യവും ശ്രദ്ധിക്കണം. ചന്ദ്രൻ്റെ ചിത്ര, ചോതി എന്നീ നക്ഷത്രങ്ങളിലൂടെയുള്ള സഞ്ചാരം നിങ്ങൾക്ക് ചില അസ്വസ്ഥതകൾ സൃഷ്ടിക്കും. ഓരോ ആഴ്ചയിലെയും ഗ്രഹസ്ഥിതി, ചന്ദ്രൻ്റെ മാറ്റവും നിങ്ങളുടെ അനുഭവങ്ങളെ സ്വാധീനിക്കും. ഇത് പൊതുവായ ഫലങ്ങളാണ്. നിങ്ങളുടെ വ്യക്തിപരമായ ജാതകം താരതമ്യം ചെയ്ത് കൂടുതൽ കൃത്യമായ വിവരങ്ങൾ അറിയാൻ ശ്രമിക്കുക. മെയ് മാസത്തിലെ മകയിരം നക്ഷത്രക്കാർക്ക് ദോഷകരമായ ഗ്രഹസ്ഥിതികളും ലളിതമായ പരിഹാരങ്ങളും എന്തൊക്കെയെന്ന് നോക്കാം. 2025 മെയ് മാസത്തിൽ മകയിരം നക്ഷത്രക്കാർക്ക് ദോഷകരമായി ഭവിക്കാൻ സാധ്യതയുള്ള ചില ഗ്രഹസ്ഥിതികളും അവയ്ക്ക് ലളിതമായ പരിഹാരങ്ങളുമാണ് ഇനി കാണുന്നത്. ചൊവ്വയുടെ, ബുധൻ്റെയും ദൃഷ്ടി. ഇത് തൊഴിൽപരമായും വ്യക്തിപരമായും ആശയവിനിമയങ്ങൾക്ക് പ്രശ്ന കാരണമായേക്കും. ബുധനാഴ്ചകളിൽ വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുകയും തുളസി ഇല സമർപ്പിക്കുകയും ചെയ്യുക. ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന മന്ത്രം 108 തവണ ജപിക്കുകയും ചെയ്യുക. ചൊവ്വാഴ്ചകളിൽ ഹനുമാൻ ക്ഷേത്രത്തിൽ ദർശനം നടത്തുക. സിന്ദൂരം ചാർത്തുകയും ചെയ്യുക. ശനിയുടെ ദൃഷ്ടി. ഇത് ചില കാര്യങ്ങളിൽ കാലതാമസങ്ങൾക്കും തടസ്സങ്ങൾക്കും കാരണമാകും. പരിഹാരം: ശനിയാഴ്ചകളിൽ ശനിക്ഷേത്ര ദർശനം നടത്തുകയും എള്ളെണ്ണ വിളക്ക് വയ്ക്കുകയും ചെയ്യുക. രാഹുവിൻ്റെയും കേതുവിൻ്റെയും സ്ഥിതി മാനസികാവസ്ഥയിൽ ചില വ്യതിയാനങ്ങളൊക്കെ കാരണമാകും. തിങ്കളാഴ്ചകളിൽ ശിവക്ഷേത്ര ദർശനം നടത്തുകയും പാലഭിഷേകം നടത്തുകയും ചെയ്യുക. ഓം നമഃശിവായ എന്ന മന്ത്രം ജപിക്കുക. പൊതുവായ പരിഹാരങ്ങൾ: ചന്ദ്രനാണ് നിങ്ങളുടെ നക്ഷത്രാധിപൻ. അതിനാൽ ചന്ദ്രനെ പ്രീതിപ്പെടുത്തുന്ന മന്ത്രങ്ങൾ ജപിക്കുന്നത് ഗുണകരമാണ്. വെള്ള നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുക. ചന്ദ്രന് വെള്ള നിറം പ്രിയപ്പെട്ടതാണ്. പാവപ്പെട്ടവർക്ക് വെള്ള അരിയോ പാലോ ദാനം ചെയ്യുന്നത് ചന്ദ്രദോഷങ്ങൾ കുറയ്ക്കാനും സഹായിക്കും. എപ്പോഴും നല്ല ചിന്തകളോടും ശുഭാപ്തി വിശ്വാസത്തോടെ ഇരിക്കാനും ശ്രമിക്കുക. ഈ ലളിതമായ പരിഹാരങ്ങൾ നിങ്ങളുടെ വിശ്വാസത്തിനനുസരിച്ച് അനുഷ്ഠിക്കുന്നത് മെയ് മാസത്തിലെ ദോഷകരമായ ഗ്രഹസ്ഥിതികളുടെ സ്വാധീനം കുറയ്ക്കുമെന്നാണ് കാണുന്നത്. മെയ് മാസത്തിൽ മകയിരം നക്ഷത്രക്കാർക്ക് സമ്മിശ്ര ഫലങ്ങൾ നൽകുന്നു എന്നാണ് മൊത്തത്തിലുള്ളൊരു വിലയിരുത്തൽ. സാമ്പത്തികം, കുടുംബം, പ്രണയം, വിദ്യാഭ്യാസം എന്നീ മേഖലകളിൽ ശ്രദ്ധയും കരുതലും ആവശ്യമാണ്. അമിതമായ ചിന്ത ഒഴിവാക്കുകയും വിവേകപൂർവ്വം തീരുമാനമെടുക്കുകയും ചെയ്യുക. നിർദ്ദേശിച്ചിട്ടുള്ള ലളിതമായ പരിഹാരങ്ങൾ അനുഷ്ഠിക്കുന്നതിലൂടെ ദോഷകരമായ ഗ്രഹസ്ഥിതികളുടെ സ്വാധീനം കുറയ്ക്കാനും കൂടുതൽ നല്ല അനുഭവങ്ങൾ നേടാനും സാധിക്കും. ഈ ഫലങ്ങൾ പൊതുവായ വിലയിരുത്തലുകൾ മാത്രമാണ്. നിങ്ങളുടെ വ്യക്തിപരമായ ജാതകത്തിലെ ഗ്രഹസ്ഥിതി അനുസരിച്ച് ഇതിൽ ചിലപ്പോൾ മാറ്റങ്ങളൊക്കെ വരും.